ഹരിയാനയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നാടകീയമായ ഘട്ടങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. എല്ലാ കണക്കുകൂട്ടലുകളും പാർട്ടി അകത്തള സംഘർഷങ്ങളും ക്രോസ് വോട്ടിങ്ങും വോട്ടുകൾ അസാധുവാക്കലും നിറഞ്ഞ ഒരു 16 മണിക്കൂർ നീണ്ട മാരത്തോണിനൊടുവിൽ കോൺഗ്രസിന് നിർണായക വിജയം സമ്മാനിച്ചത് കരംവീർ ബൗദ്ധിന്റെ വിജയമാണ്. ഏറെ പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളും മറികടന്ന് കോൺഗ്രസ് നേതാവായ കരംവീർ ബൗദ്ധ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാർട്ടിക്കുള്ളിൽ വലിയ ആത്മവിശ്വാസം പകരുന്ന സംഭവമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് രാഷ്ട്രീയ ആവേശം നിറഞ്ഞതായിരുന്നു. തുടക്കത്തിൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായ കണക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ ആശങ്ക ഉയർത്തുന്നതായിരുന്നു. 4 വോട്ടുകൾ അസാധുവാക്കുകയും കോൺഗ്രസിലെ മറ്റ് 5 MLA ക്രോസ് വോട്ട് ചെയ്യുകയും ചെയ്തതോടെ കോൺഗ്രസ് ക്യാമ്പിൽ അനിശ്ചിതത്വം പരമാവധി ഉയരുകയായിരുന്നു. സാധാരണ സാഹചര്യത്തിൽ ഇത്തരം നഷ്ടങ്ങൾ ഒരു പാർട്ടിക്ക് പരാജയത്തിലേക്കുള്ള വഴിയാണ് തുറക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ചില ബാലറ്റുകളെ കുറിച്ചുള്ള പരാതികളെ തുടർന്ന് വോട്ടെണ്ണൽ മണിക്കൂറുകളോളം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഈ ഇടവേളയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ആരോപണവും ശക്തമായി. ഒടുവിൽ രാത്രി 10:30 വോട്ടെണ്ണൽ പുനരാരംഭിക്കുകയും പുലർച്ചെ ഏതാണ്ട് 1:15 ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫലപ്രഖ്യാപനത്തിൽ ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥിയായ സഞ്ജയ് വാഠ്യ അദ്ദേഹം സുഖകരമായി വിജയിച്ചെങ്കിലും രണ്ടാമത്തെ സീറ്റിനായുള്ള പോരാട്ടം കടുത്തതായിരുന്നു. കോൺഗ്രസിന്റെ കരംവീർ ബൗദ്ധ് അദ്ദേഹം 28 വോട്ടുകൾ നേടി വിജയിക്കുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സതീഷ് നന്ദൽ അദ്ദേഹം 25 വോട്ടുകളിൽ ഒതുങ്ങുകയും ചെയ്തു. കോൺഗ്രസ് MLA പിന്തുണയിലായിരുന്നു നന്ദൽ പ്രതീക്ഷ വെച്ചിരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ കണക്കുകൂട്ടലുകൾ ആകെ മാറി മറിഞ്ഞു. ബൗദ്ധിന് വിജയം കൈവന്നു. ഈ വിജയം കോൺഗ്രസിന് സാധാരണ ഒരു സീറ്റിൻ്റെ വിജയം മാത്രമല്ല, പലപ്പോഴും ആവശ്യമായ അംഗബലം ഉണ്ടായിട്ടും രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ് നേരിടാറുണ്ട്. എന്നാൽ ഇത്തവണ അതിനെ മറികടക്കാനായതോടെ പാർട്ടിയുടെ തന്ത്രപരമായ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കുകയാണ്. കരംവീർ ബൗദ്ധിന്റെ വിജയത്തിന് രാഷ്ട്രീയപരമായും സാമൂഹികമായും വലിയ പ്രാധാന്യമുണ്ട്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ ബൗദ്ധിന്റെ ഉയർച്ച കോൺഗ്രസിന് സാമൂഹിക സമവാക്യത്തിൽ തന്നെ കൂടുതൽ ശക്തി പകരുന്നതാണ്. എന്നിരുന്നാലും 5 MLA ക്രോസ് വോട്ട് ചെയ്തത് വലിയ വിവാദമായി തുടരുകയാണ്. അത് ആരെന്ന് കണ്ടെത്തുവാനുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി നിലപാട് തള്ളിയവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ റാവു നരേന്ദ്ര സിംഗ് അദ്ദേഹം BJPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. BJP കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷങ്ങളെ ചൂണ്ടിക്കാട്ടി പരിഹാസം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 9 വോട്ടുകൾ നഷ്ടപ്പെട്ടത് കോൺഗ്രസ് ഐക്യത്തിന്റെ കുറവാണ് എന്നതാണ് BJPയുടെ വാദം. ഈ രാഷ്ട്രീയ സംഘർഷം നിയമസഭയിലേക്കും പടർന്നിരുന്നു. ബജറ്റ് സമ്മേളനത്തിൽ പരസ്പരം ആരോപണങ്ങളും നിഷേധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നതോടെ നിരവധി തവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു. ഇരുപക്ഷങ്ങളും കടുത്ത ഭാഷയിലാണ് സഭയിൽ ഏറ്റുമുട്ടിയത്. ഏതായാലും എല്ലാ വിവാദങ്ങളെയും മറികടന്ന് കരംവീർ ബൗദ്ധിന്റെ രാജ്യസഭാ വിജയം കോൺഗ്രസിന് ഒരു വലിയ മാനസിക ഉണർവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രതിസന്ധികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുന്ന ഒരു പാർട്ടിയാണെന്ന സന്ദേശം ഇതുവഴി നൽകുവാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. ഹരിയാനയിൽ മാത്രമല്ല, ദേശീയ തലത്തിലും ഈ ഒരു വിജയം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ആഭ്യന്തര ഐക്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഈ വിജയത്തെ ഭാവിയിലെ രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്കുള്ള മാറ്റുവാനുള്ള ശ്രമവും നിർണായകമാകും.